ഹലോ! ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ! ഇന്ന് നമ്മൾ ഫ്ലാഗിന്റെ തീമിൽ ഒരു കേക്കാണ് ട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കേക്കിനുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്റ്റവ് ടോപ്പിലോ ഓവനിലോ ഒന്നും വെച്ച് ബേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ? ആദ്യം തന്നെ 1 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്താൽ തന്നെ ഒരു സിറപ്പി കൺസിസ്റ്റൻസി ആയിട്ട് മാറും. ആ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല കട്ടിയായി വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഈ പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് കസ്റ്റർഡ് റെഡിയാക്കാനുണ്ട്. കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഞാൻ. 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തണുത്ത പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കസ്റ്റർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലവർ എടുക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു നുള്ള് ഫുഡ് കളർ കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് കസ്റ്റർഡ് റെഡിയാക്കാം കേട്ടോ. അതിലേക്ക് പിന്നെ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും കേട്ടോ. കസ്റ്റർഡ് ഒഴിച്ച ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോഴും ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് തിളച്ച് വന്നിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ ഇത് റെഡി ആയി കിട്ടും. അധിക സമയം ഇട്ട് കുക്ക് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് കട്ടിയായി പോവും. ഈ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് റസ്ക് വെച്ച് കൊടുക്കാം. നമ്മൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്യണ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ടോസ്റ്റ് ചെയ്തെടുത്ത് കാർഡമം ഫ്ലേവറിലുള്ള റസ്ക് ഉണ്ടല്ലോ, അത് നല്ല രസമാണ്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏത് റസ്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഈ റസ്കിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. റസ്ക് ആണ്, ബ്രെഡ് ആണെങ്കിൽ നമുക്ക് കുറേശ്ശൊക്കെ ആണെങ്കിലും സോഫ്റ്റ് ആയി കിട്ടും. ഇത് ഷുഗർ സിറപ്പ് എല്ലാ സൈഡിലേക്കും എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഷുഗർ സിറപ്പ് ഒഴിച്ച ശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കസ്റ്റർഡ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതാണ് ചേർക്കാൻ പോകുന്നത്. ഞാനിവിടെ മാങ്ങയും ആപ്പിളും ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം കേട്ടോ. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് വീണ്ടും റസ്കിൻ്റെ ലെയർ കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് എല്ലാ റസ്കിനെയും കവർ ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മൾ റസ്കിനെ കേക്കാക്കി മാറ്റുന്ന ഒരു ടെക്നിക്ക്. ഇനി ഇതിന് മുകളിൽ വീണ്ടും നമ്മൾ കസ്റ്റർഡ് റെഡിയാക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഒരു 3 മണിക്കൂർ മിനിമം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് ഫ്രൂട്ട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ തീമിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലാഗിൻ്റെ 3 കളേഴ്സ് വെച്ചിട്ട് മാങ്ങയും ആപ്പിളും പിന്നെ കിവിയും കൊടുത്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. പിന്നെ നടുവിൽ ഞാൻ ഉണക്കമുന്തിരിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ. നോർമൽ ഒരു ഫ്രൂട്ട് കേക്ക് കഴിക്കുന്ന പോലെ തന്നെയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ കാർഡമം ഫ്ലേവറിലുള്ള റസ്ക് ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഷുഗർ സിറപ്പ് റസ്കിനെ നന്നായിട്ട് കവർ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ അതങ്ങ് ഹാർഡായി പോവും. ആ കസ്റ്റർഡും പിന്നെ ആ കേക്കും ഒക്കെ കൂടെ നല്ലൊരു മിക്സിംഗ് ആണ് കേട്ടോ വരുന്നത്. ഇരിക്കണ ഇരിപ്പ് കണ്ടോ. അപ്പോൾ ഇവനെയും കൂടെ അങ്ങ് കട്ട് ചെയ്ത് നോക്കാം. ഇത് ആപ്പിളിൻ്റെ പോർഷനാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ബൈ.